ഹായ് ഗായ്സ്, മഴത്തോരും മുൻപേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന ഇപ്പോൾ കുളത്തുപുഴയിലാണ്, തൻ്റെ സ്വന്തം പപ്പയുടെ അടുത്താണ്. എന്നിരുന്നാൽ പോലും അവളും പപ്പയായിട്ട് ഇതുവരെ അടുത്തൊരു ആത്മബന്ധം ഒന്നും ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമാണ്. സ്റ്റാൻലിക്കാണെങ്കിൽ അവളെ ഭയങ്കര ജീവനാണ് കേട്ടോ. കാരണം സ്റ്റാൻലി ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, അവതക്കുട്ടിയുടെ അടുത്ത് മനസ്സ് വരെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മകൾ 23 വർഷം അവൾ ഒറ്റയ്ക്ക് അനാഥാലയത്തിൽ, അത് ഓർക്കുമ്പോൾ എനിക്ക് നെഞ്ച് പൊട്ടുക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ സ്റ്റാൻലി പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാൻലിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ്. എന്നിരുന്നാൽ പോലും സ്റ്റാൻലിക്ക് മാത്രമേ അവളോട് ആ സ്നേഹമുള്ളൂ. പക്ഷേ സ്റ്റാൻലിയുടെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ഒരാൾക്ക് പോലും അവളെ സ്നേഹിക്കാൻ കഴിയില്ല. അവതക്കുട്ടിക്ക് പിന്നെ അവൾ ചിന്നമ്മയുടെ ഒരു ചായ ഉള്ളതുകൊണ്ട് മാത്രമാണ് അവളോട് സ്നേഹം തോന്നുന്നത്. അവതക്കുട്ടി അങ്ങോട്ട് വരുമ്പോൾ തന്നെ മനസ്സിൽ വിചാരിച്ച കാര്യം എന്തെന്ന് വെച്ചാൽ അവളെ അവിടുന്ന് പുറത്താക്കണം എന്നായിരുന്നു. എന്നാൽ അവളെ കണ്ട മാത്രയിൽ തൻ്റെ ഭാര്യ ചിന്നമ്മയെ ഓർത്തതും അവളോടൊരു സ്നേഹം തോന്നുകയാണ്. പിന്നീട് അവളുടെ ക്യാരക്ടറും അവളുടെ സ്നേഹവും എല്ലാം മനസ്സിലാക്കിയപ്പോൾ നല്ല കൊച്ചാണെന്ന് മനസ്സിലാക്കി അവളെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ ബാക്കിയുള്ളവരാവണമെന്നില്ലല്ലോ. എന്നിരുന്നാലും സ്റ്റാൻലിയുടെ ഭാര്യയും മക്കളും എല്ലാവരും വരുന്ന നിമിഷം അലീന പുറത്താണ്, അത് ഉറപ്പുള്ള കാര്യമാണ്. വലിയൊരു പ്രശ്നം ഉണ്ടായിരിക്കും. ഒരു പക്ഷെ അവൾ നെടുമ്പുരക്കിൽ അനുഭവിച്ചതിനേക്കാൾ ക്രൂരമായിട്ടായിരിക്കാം ഇവിടെ ഉണ്ടായിരിക്കുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ അലീന കുളത്തുപുഴയിൽ വലിയ സങ്കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അങ്ങനെ ജീവിച്ചു പോവാണ്. ഏറെ ഒരു വിഷമമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻലിയുടെ കള്ളുകൂടി മാത്രമാണ് കേട്ടോ. അത് അവളെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. പിന്നെ സ്റ്റാൻലിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ ആരാ എന്നുള്ളൊരു ചോദ്യം എല്ലാവരും ഉയർത്തുന്നതുകൊണ്ട് തന്നെ അവൾക്കത് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സങ്കടം അവൾക്കുണ്ട്. എങ്കിൽ പോലും അവൾ ഭയങ്കര ഹാപ്പി തന്നെയാണ്. വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും അവൾക്കില്ല. പിന്നെ അവതക്കുട്ടി അവളോട് ഭയങ്കര കൂട്ടായതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല സന്തോഷമുള്ള കാര്യങ്ങളാണ്. എങ്കിൽ ആ ഒരു വീട്ടിലെ വേലക്കാർക്ക് പോലും അവളെ ഇഷ്ടമല്ല. കാരണം അവൾ അവിടുത്തെ അനീതി ചോദ്യം ചെയ്തു. അതുപോലെ തന്നെ ഇനിയിപ്പോൾ സ്റ്റാൻലിയുടെ ഫാമിലീസ് വരുമ്പം അവളെല്ലാവരും ആട്ടി അകറ്റുന്നുണ്ട്. എങ്കിൽ പോലും സ്റ്റാൻലി ഒരു രക്ഷാ കവചമായിട്ട് തൻ്റെ മകൾക്ക് ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് കേട്ടോ. അവൾക്ക് എല്ലാ പിന്തുണകളും കെയറും എല്ലാം കൊടുക്കുന്നുണ്ട്. തൻ്റെ മകളെ ഒരാൾക്ക് പോലും കുത്തി നോവിക്കാൻ അയാൾ വിട്ടുകൊടുക്കുന്നില്ല. കാരണം 23 വർഷം അവളെ തനിക്ക് കിട്ടിയിട്ടില്ലല്ലോ, സ്നേഹിക്കാനും പറ്റിയില്ല. പിന്നെ അത് മാത്രമല്ല, തൻ്റെ ആദ്യത്തെ കുഞ്ഞുകൂടാണ് അവൾ. ആ ഒരു സ്നേഹം സ്റ്റാൻലിക്കുണ്ട്. ഇത്രയും വർഷം കൊടുക്കാനാവാത്ത സ്നേഹമെല്ലാം സ്റ്റാൻലി ഒരൊറ്റ നിമിഷത്തിൽ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ സ്റ്റാൻലിയുടെ ആ ഒരു കേണൽ ചിട്ട കാരണം പുറത്തു വരുന്നത് സ്നേഹമല്ല കേട്ടോ, ഒരു ചിട്ടവട്ടങ്ങളും അതുപോലെ തന്നെ അച്ചടപ്പിക്കുന്ന ശീലങ്ങളൊക്കെയാണ്. അത് അലീനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നുന്നുണ്ട്. അത് അവൾ പറയുകയും ചെയ്യുന്നുണ്ട്. പപ്പയുടെ രീതികളോട് എനിക്ക് യോജിച്ച് പോകാൻ പറ്റുന്നില്ല, ഞാനും പപ്പയായിട്ട് പിരിയാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ അവൾ മനുവിനോടും ബാലചന്ദ്രനോടൊക്കെ പറയുന്ന കാര്യം തന്നെയാണ്. എങ്കിൽ പോലും അവൾക്കും സ്നേഹമുണ്ട്. കാരണം അവൾക്കറിയാം ഈ ഭൂമിയിൽ തനിക്ക് ഏറ്റവും സേഫായിട്ട് ഇരിക്കാൻ പറ്റുന്നിടം തൻ്റെ പപ്പ മാത്രമാണ്. ഇപ്പം ബാലചന്ദ്രൻ അച്ഛനോട് ഭയങ്കര സ്നേഹമുണ്ട്, അച്ഛന് തന്നോടുണ്ടെങ്കിൽ പോലും ആ വീട്ടിൽ അവൾക്ക് സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റില്ല. അതിനുള്ള കാരണം സ്വന്തം അമ്മയായ അവൾ മാഡം എന്ന് വിളിക്കുന്ന വൈജ തന്നെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ അവൾ ഈ ഒരു ഫാമിലിയെ കണ്ടിട്ടില്ലല്ലോ, അവൾക്ക് അറിയ പോലുമില്ല. അതുകൊണ്ടാണ് അവൾക്ക് ഇവിടെ സേഫായിട്ട് നിൽക്കാൻ പറ്റുന്നത്. ഒരു പക്ഷേ അവരെല്ലാവരും നാട്ടിലേക്ക് വന്ന് സ്റ്റാൻലിയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ അവൾ പുറത്തന്നെയാണ്. പപ്പയുടെ കള്ളുകൂടി മാറ്റാനായിട്ട് അവൾ നിരാഹാര സമരം എടുക്കുകയാണ് കേട്ടോ. പക്ഷേ സ്റ്റാൻലിക്ക് ആദ്യം ഇത് കാണുമ്പോൾ ദേഷ്യമാണ് തോന്നുന്നത്. കാരണം അവൾ കഴിക്കാൻ വരുന്നില്ല, എത്ര വിളിച്ചിട്ട് വരുന്നില്ല. അസുഖമാണോ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയുന്നു. പക്ഷെ അവൾ വരുന്നില്ല. പക്ഷെ ഇതെല്ലാം അവളുടെ ഒരു തന്ത്രമായിരുന്നു. അച്ഛൻ എങ്ങനെയെങ്കിലും, അതായത് പപ്പയെ എങ്ങനെയെങ്കിലും കള്ളുകൂടി മാറ്റിപ്പിക്കണം, നല്ലൊരാളാക്കി എടുക്കണം എന്നാണ് അവളുടെ ലക്ഷ്യം. കാരണം അവളുടെ ഉള്ളിലുണ്ട്, തൻ്റെ പപ്പയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ താൻ ഇവിടെ ഒരു കറിവേപ്പില പോലെ എല്ലാവരും തന്നെ വലിച്ചെറിയുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവൾ ഇപ്പോൾ ഈ ഒരു റിസ്ക് ആയിട്ടുള്ളൊരു കാര്യം ഏറ്റെടുക്കുകയാണ് കേട്ടോ. പക്ഷേ സ്റ്റാൻലി ആണെങ്കിൽ ആരുടെ വാശിക്കോ ആരുടെ വീറിനോ ആരുടെ ദേഷ്യത്തിനോ ഒന്നും അടിയറവ് പറയാത്ത ഒരാളാണ്. അത്രയ്ക്കും എന്താ പറയുക, സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ അലീന പറയുന്ന കാര്യത്തിനോട് യോജിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് പപ്പയോട് വാശിയൊന്നുമില്ല, ഞാൻ എന്തായാലും ഭക്ഷണം കഴിക്കത്തില്ല, അത് ഉറപ്പാണെന്ന് പറഞ്ഞ് അവൾ വാശിയോട് കൂടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ആ പപ്പയും മോളും തമ്മിലുള്ള ആ ഒരു വാശിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവതക്കുട്ടിക്കാണെങ്കിൽ അവർ രണ്ടുപേരും എങ്ങനെയെങ്കിലും അടുക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ അലീനയെ. കാരണം നല്ല കുട്ടിയാണല്ലോ അവൾ. അവളുടെ ക്യാരക്ടർ ആണെങ്കിലും എല്ലാം അവതക്കുട്ടിയെ ഭയങ്കരമായിട്ട് പിടിച്ചിരുത്തിയിട്ടുണ്ട്. ചിന്നമ്മയുടെ മുഖച്ചായത്തിൽ പുറമെ അവളോട് അധികം ഇഷ്ടം അവതക്കുട്ടിക്ക് തോന്നുന്നുണ്ട്. നെടുമ്പുരയ്ക്കലാണെങ്കിൽ വൈജ ഇപ്പോഴും പ്രശ്നക്കാർ തന്നെയാണ് കേട്ടോ. വൈജയ്ക്ക് ഭയങ്കര ദേഷ്യം കുശുമ്പ് അസൂയും ഒക്കെയാണ്. മാത്രമല്ല വൈജയെ ഇപ്പോൾ ആരും മൈൻഡ് ആക്കുന്നില്ല. മക്കൾ 3 പേരും അതുപോലെ തന്നെ ബാലചന്ദ്രനും ഒരു പട്ടിയുടെ വില പോലും വൈജയന്തിക്ക് കൊടുക്കുന്നില്ല. അവർക്ക് ഭയങ്കര ദേഷ്യമാണ് അലീനയെ എത്രയും സങ്കടപ്പെടുത്തിയതിലും അതുപോലെ തന്നെ ഈ വീട് വിട്ട് പോയിട്ട് അവരെ തിരിഞ്ഞു നോക്കാത്തതിലും എല്ലാവർക്കും നല്ല ദേഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും വൈജയന്തിക്ക് ഇട്ട് അവരോരോ കൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ വൈജയന്തിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആ ദേഷ്യമൊക്കെ വൈജയന്തിക്ക് തോന്നുന്നത് അലീനയോടാണ്. കാരണം അവൾ കാരണമാണല്ലോ ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ അകറ്റി നിർത്തുന്നത്, തൻ്റെ ലൈഫൊക്കെ ഇങ്ങനെ ആയത് എന്നുള്ളൊരു ചിന്ത വൈജയന്തിക്ക് ഉണ്ട്. സ്വന്തം മകളാണെന്ന് പോലും അറിയാതെയാണ് വൈജയന്തി ഒരു ദേഷ്യം അവളോട് കാണിക്കുന്നത് കേട്ടോ. അവളെന്തായാലും സ്വയമേ ഒഴിഞ്ഞു പോയി. എങ്കിൽ പോലും ആ ദേഷ്യം ഇതുവരെ വൈജയന്തിയുടെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല. എന്നാലും വൈജയന്തിക്ക് അറിയാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അവളെ എങ്ങോട്ട്
എങ്ങോട്ടാണ് ബാലചന്ദ്രൻ കൊണ്ടുപോയതെന്നുള്ളത്. പക്ഷെ അതാരും വൈജയന്തിയോട് പറഞ്ഞിട്ടില്ല കേട്ടോ. ചോദിച്ചിട്ടും പറയുന്നില്ല, പിന്നെ കൂടുതൽ ചോദിക്കാനും പറ്റുന്നില്ല. അപ്പോഴൊക്കെ എല്ലാവരും തൻ്റെ പാസ്റ്റ് വെച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും അറിഞ്ഞോ എന്നുള്ളൊരു വേവലാതി വൈജയന്തിയെ വല്ലാതെ അലട്ടുന്നുണ്ട്. മനു ആണെങ്കിലും മക്കളാണെങ്കിലും ബാലചന്ദ്രനാണെങ്കിലും എപ്പോഴും തന്നെ വല്ലാത്തൊരു രീതിയിലാണ് തന്നോട് സംസാരിക്കുന്നത്. കൂടെ തന്നെ തൻ്റെ പാസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നുണ്ട്. അത് വൈജയന്തിയെ വല്ലാതെ ഒന്ന് വെട്ടിലാക്കുന്നുണ്ട് കേട്ടോ. എങ്കിലും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. അതുപോലെ തന്നെ ഇടയ്ക്ക് മക്കളും പറയാറുണ്ട്, അമ്മയ്ക്ക് എന്തിൻ്റെ കേടാ, അമ്മ എന്തിനാ വെറുതെ ഞങ്ങളോട് പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നത്, അലിനി ചേച്ചിയോട് എന്തിനാ അമ്മയ്ക്ക് ഇത്ര ദേഷ്യം എന്നൊക്കെ അവരും ചോദിക്കാറുണ്ട്. മാത്രമല്ല അവർ തീരെ ഒരു വില കൽപ്പിക്കാറുമില്ല. എന്നിരുന്നാലും വൈജയ്ക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ അവൾ എവിടെയാണെന്നുള്ളത്. ആരും പറയുന്നില്ല കേട്ടോ. പറയാത്തത് എന്താ, അലീനയെ വെറുതെ പോയി ഇനിയും പ്രശ്നമാക്കിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ആരും ഒന്നും പറയാത്തത്. പിന്നെ വൈജാൻ്റെ എന്തായാലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ത്രില്ല് പോയില്ല. അതുകൊണ്ടാണ് മനു ഇപ്പോൾ ഒന്നും പറയാത്തത് കേട്ടോ. വഴിയെ പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ നൈസായിട്ടൊരു ഷോക്കും കൊടുക്കാം, അതാണ് അവരുടെയൊക്കെ പ്ലാൻ. ഭവിത ആണെങ്കിൽ വീട് വിട്ട് ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പോവാണ് കേട്ടോ. കാരണം അവൾക്ക് അത്രമാത്രം ആ വീട് വെറുത്തിട്ടുണ്ടായിരുന്നു. കാരണം എപ്പോഴും വഴക്കും കാര്യങ്ങളും, അമ്മയാണെങ്കിൽ ഏത് നേരവും അവരോട് ഇങ്ങനെ വഴക്കിട്ടുകൊണ്ടാണല്ലോ. അപ്പോൾ അവൾക്ക് ആ വീട്ടിലേക്ക് നിൽക്കാൻ തന്നെ ഇഷ്ടമില്ല. പിന്നെ ഈ ഇടയ്ക്ക് അവൾ രോഹിത്തും തമ്മിൽ രാത്രി സംസാരിച്ചതിനെ പറ്റി വൈജയന്തി മോശമായിട്ട് പറയുകയും ചെയ്തല്ലോ. അത് അവളുടെ മനസ്സിൽ വലിയൊരു മുറിവുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം ഒരിക്കലും ഒരമ്മമാരും അങ്ങനെ ചിന്തിക്കില്ലല്ലോ. പക്ഷേ വൈജയന്തി ആണെങ്കിൽ വളരെ മോശപ്പെട്ട രീതിക്കാണ് അവളോട് ആ ഒരു കാര്യം സംസാരിച്ചത്. നിനക്ക് എന്തായിരുന്നു രാത്രി അവൻ്റെ റൂമിൽ, അതും നീ പ്രായപൂർത്തിയായ ഒരു പെണ്ണല്ലേ, അങ്ങനെയായിരുന്നു സംസാരിച്ചത്. അത് അവളെ വല്ലാതെ അധികം സങ്കടപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവൾ ആ വീട് വിട്ടു പോവാണ്. അങ്ങനെ അവളുടെ പഴയ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത്രയും എന്താ പറയുക, സ്വാതന്ത്ര്യത്തോടു കൂടെ ലാവിഷായി നടന്നൊരു ബബിത ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ബബിതയെ മാറ്റിയെടുത്തത് നമ്മുടെ അലീനയാണല്ലോ. നല്ലൊരു കുട്ടിയാക്കി മാറ്റിയെടുത്തത് അവളായിരുന്നു. പക്ഷേ ഇപ്പം അലീന കൂടെ ഇല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ ആരും നിയന്ത്രിക്കാനില്ല. അവളിപ്പോൾ ബാംഗ്ലൂരല്ലേ, അതുകൊണ്ട് പഴയ ആ ദുശീലങ്ങളും സ്വഭാവങ്ങളെല്ലാം തിരിച്ചു വന്ന് അവളവിടെ അങ്ങനെ വിലസാണ്. എങ്കിൽ രോഹിത്തും കൃഷ്ണമോളും ഇപ്പോഴും പഴയ പോലെ തന്നെയാണ് കേട്ടോ. അവർ നല്ല കുട്ടികളായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. എങ്കിലും ബബിത നല്ല മോശപ്പെട്ട രീതിക്കാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും അലീന അറിയുന്നില്ല. വൈജയന്തിക്ക് പക പോക്കാനും പക തീർക്കാനും അല്ലേ നേരമുള്ളൂ, ബാലചന്ദ്രനോടും അതുപോലെ തന്നെ അലീനയോടും. അതുകൊണ്ട് തന്നെ മക്കളെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനോ നോക്കാനോ ഒന്നും വൈജയന്തിക്ക് നേരമില്ല. അവരെന്തോ രീതിക്ക് ജീവിക്കുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ രോഹിത്ത് അലീനയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇഷ്ടമാണോ? അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്കിവിടെ വലിയ ഇഷ്ടമാണ്, അവിടെ കുഴപ്പമൊന്നുമില്ല, നല്ല സ്നേഹമാണ് പപ്പയ്ക്ക്, ഞാനും പപ്പി ഇപ്പം നല്ല രീതിക്ക് തന്നെയാണ് കഴിയുന്നത് എന്നൊക്കെ അങ്ങനെ അവൾ പറയുമ്പം രോഹിത്തിനുള്ളിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് കേട്ടോ. അവൻ ഒരുപാട് ചോദ്യങ്ങൾ അവളോട് ചോദിക്കാനുണ്ട്. ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുള്ളിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ചോദിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളൊരു വിഷമഘട്ടത്തിലാണ് അവനത് ചോദിക്കാതെ നിൽക്കുന്നത്. എങ്കിൽ പോലും അവനത് ചോദിക്കാനായിട്ട് മുതിരാണ്. അത് കഴിഞ്ഞ് അവനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവിടെ നിൽക്കുന്ന ചേച്ചിയുടെ പപ്പ ചേച്ചിയുടെ സ്വന്തം പപ്പയാണല്ലേ? അപ്പം ഞങ്ങളുമായിട്ട് ചേച്ചിക്ക് ഒരു ബന്ധമില്ല അല്ലേ? അതല്ലേ സത്യം എന്നവൻ വളരെ സങ്കടത്തോടു കൂടെ ചോദിക്കുകയാണ് കേട്ടോ. സൗണ്ടൊക്കെ ഇടറിയിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ അലിനയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇതുവരെ ഞങ്ങൾ വിചാരിച്ചത് അച്ഛനിൽ ഉണ്ടായതായിരിക്കും ചേച്ചി എന്നാണ്. പക്ഷെ അതല്ലല്ലോ, ചേച്ചി വേറൊരാൾക്ക് ഉണ്ടായ കുട്ടിയല്ല. അപ്പം ഞങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലല്ലോ, ചേച്ചിക്ക് രക്തബന്ധം പോലും ഇല്ല അല്ലേ? അപ്പം നമ്മൾ കാണും ഇനി എന്നൊക്കെ അവൻ വേവലാതിയോടുകൂടെ ചോദിക്കുകയാണ്. എന്നോട് അച്ഛനാണത് പറഞ്ഞത്, ചേച്ചി സ്വന്തം പപ്പയുടെ അടുത്താണ് നിൽക്കുന്നതെന്ന്. അത് കേട്ടപ്പോൾ അലീന ആകെ ഷോക്കാവാണ് കേട്ടോ. അവൻ്റെ ഈ ഒരു ചോദ്യം അവളെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. കാരണം അവൾക്കും അവരത്രയും പ്രിയപ്പെട്ടവരാണല്ലോ. അവൾക്കൊരു കുടുംബം ഉണ്ടായത് തന്നെ ആ നെടുമ്പുരയ്ക്കിൽ എത്തിയപ്പോഴാണ്. അതുവരെ അവൾ ഓർഫണേജിൽ ബ്രിജിത്താമ്മയുടെ കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ അവൾക്ക് അത്രയും പ്രിയപ്പെട്ടവരാണ് ഇവരെല്ലാവരും, അവളുടെ സ്വന്തം സഹോദരങ്ങൾ തന്നെയാണ്. അങ്ങനെ അവൾ വളരെയധികം വിഷമിക്കുന്നുണ്ട്. പിന്നെ അവൾ ഓർക്കുന്നത്, അച്ഛൻ രോഹിത്തിനോട് ഈ ഒരു സത്യം തുറന്ന് പറഞ്ഞെങ്കിൽ അച്ഛൻ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടായിരിക്കും, നല്ല കാര്യത്തിന് തന്നെയായിരിക്കും അച്ഛൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടാവുക എന്നാലോചിക്കുമ്പോൾ അവൾക്കൊരു സമാധാനമുണ്ട്. അങ്ങനെ അവൾ അവനോട് പറയുന്നുണ്ട്, നീ എന്തിനാണ് വിഷമിക്കുന്നത്, ഈ വീട്ടിലേക്ക് നിനക്ക് എപ്പോഴും വേണമെങ്കിൽ വരാലോ, ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടായിരിക്കും, ഇവിടെ നിന്നെ ആരും തടയില്ല, നിനക്ക് എപ്പോൾ ചേച്ചീനെ കാണാൻ തോന്നുമ്പോഴും നിനക്ക് ഇങ്ങോട്ട് വരാം. അത് കേൾക്കുമ്പോൾ രോഹിത്തിന് ഭയങ്കര സമാധാനം സന്തോഷം തോന്നുകയാണ് കേട്ടോ. എന്നിട്ട് അവൾ അവനോട് പറയുന്നുണ്ട്, അച്ഛൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എൻ്റെ സ്വന്തം പപ്പയുടെ അടുത്താണ്. അച്ഛൻ എന്ത് നല്ല കാര്യമാണ് ചെയ്തത്, എന്നെ അത്രയും സുരക്ഷിതമായൊരു കൈകളിലല്ല അച്ഛനെ ഏൽപ്പിച്ചത്, ഇതല്ലേ എൻ്റെ പേര്, ഇവിടെ നിൽക്കാൻ പറ്റിയത് എൻ്റെ ഭാഗ്യം എന്നൊക്കെ അവളിങ്ങനെ പറയാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ എനിക്ക് വലിയ സന്തോഷമാണ്, ഇവിടെ എല്ലാവർക്കും എന്നെ ഭയങ്കര കാര്യമാണ്, മാത്രമല്ല പപ്പ എന്നെ സ്വന്തം മകളായിട്ട് തന്നെ സ്വീകരിച്ചു, അതുപോലെ തന്നെ ആ ഒരു സ്നേഹവും കെയറും എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് എന്നവൾ സന്തോഷത്തോടു കൂടെ പറയുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം അവരൊക്കെ ചിന്തിക്കുന്നത് ചേച്ചി അച്ഛൻ എവിടെയോ കൊണ്ടുപോയിട്ടു, ഇനിയിപ്പോൾ സ്വന്തം പപ്പയാണെങ്കിൽ പോലും അവിടെയും അവർക്ക് ഫാമിലിയൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ ചേച്ചി അവിടെ ഭയങ്കര നരകിച്ചായിരിക്കും ജീവിക്കുക എന്നാണ് അവൻ വിചാരിച്ചത്. പക്ഷെ അലീന തന്നെ തുറന്ന് സന്തോഷത്തോടു കൂടെ പറയുമ്പോൾ അവന് ഭയങ്കര ആശ്വാസം തോന്നുകയാണ് കേട്ടോ. കാരണം അത്രമാത്രം അവൾ അവർക്ക് പ്രിയപ്പെട്ടതാണ്. അതാണ് നമുക്ക് അവരുടെ ഈ സ്നേഹത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ഒരു സന്തോഷത്തിൽ രോഹിത്ത് പറയുന്നുണ്ട്, ചേച്ചി അവിടുത്തെ എല്ലാവരുടെയും ഫോട്ടോ എനിക്ക് അയച്ചു തരാമോ, ഞാനും അവരെയൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറയുമ്പോൾ അവൾ ആ ഫോട്ടോ അയച്ചു കൊടുക്കാൻ തുനിയാണ് കേട്ടോ. ഈ സമയത്ത് അവിടെ മറഞ്ഞു നിന്ന് വൈജയന്തി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതോടുകൂടെ വൈജയന്തിയുടെ തലയിൽ കൂടെ മിന്നൽ പിണരുകൾ ഇങ്ങനെ പാഞ്ഞു പോവാണ്. കാരണം അലീന സ്വന്തം അച്ഛൻ്റെ അടുത്തേക്കാണ് പോയതെന്ന് അവൾക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല കേട്ടോ. ഇത്രയും കാലം അവൾ
ബാലചന്ദ്രനുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്നാണല്ലോ ഇവള് പറഞ്ഞു പരത്തിയത്. അതുകൊണ്ട് തന്നെ അതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇത്രയും പണക്കാരനായ ഒരു അച്ഛൻ എന്തിനവളെ ഉപേക്ഷിച്ചു, അതുപോലെ തന്നെ ഇതൊക്കെ ബാലചന്ദ്രൻ എങ്ങനെ അറിഞ്ഞു, പിന്നെ തന്നോട് എന്തിനും ഇതൊക്കെ ഒളിച്ചു വെച്ചു എന്നൊക്കെയാണ് വൈജയന്തി ചിന്തിക്കുന്നത്. പക്ഷേ എവിടേക്കോ എന്തൊക്കെയോ കണക്ഷനും കിട്ടുന്നുണ്ട്. ആകെ തല പുകഞ്ഞൊരവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ വൈജയന്തി. ആരോടും ചോദിക്കാനും പറ്റുന്നില്ല. ചോദിച്ചു കഴിഞ്ഞാൽ ആരും സത്യം തന്നോട് തുറന്ന് പറയില്ല. അങ്ങനെ വീണ്ടും ആ ഒരു കോൾ സംസാരം കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ വൈജയന്തി. അങ്ങനെ അലീനയും രോഹിത്തുള്ള സംഭാഷണം അവിടെ അവസാനിക്കുകയാണ്. അവർ കോൾ കട്ടയാണ്. ഈ സമയത്ത് രോഹിത് ആണെങ്കിൽ അവിടുത്തെ ഫോട്ടോസ് എല്ലാം നോക്കുന്നുണ്ട്. താഴേക്ക് അവൾ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇത് ആരൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഒരു പുഞ്ചിരിയോട് കൂടെ അവൻ ഈ ഫോട്ടോ നോക്കുന്ന സമയത്ത് ഇതൊന്നും അറിയണമല്ലോ എന്നോർത്ത് വൈജയന്തി ബാക്കിൽ പമ്മി വന്ന് നിന്നിട്ട് പെട്ടെന്ന് ആ ഫോൺ തട്ടിപ്പറക്കുകയാണ്. അത് കാണുമ്പോൾ രോഹിത് ദേഷ്യപ്പെടുന്നുണ്ട്. അമ്മ എന്തായി കാണിച്ചാൽ ഫോൺ ഇങ്ങനെ തന്നെ. അത് കേട്ടപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അലീനയുടെ ബാക്കിക്കാരെ ഫോട്ടോ അല്ലേ നീ കാണുന്നത്, അവളിപ്പോൾ പോയിട്ട് ആരെയെ വളച്ചേ എന്നൊക്കെ എനിക്കൊന്ന് അറിയണം, അവൾ വലയിലാക്കാൻ മിടിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫോട്ടോസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ പെട്ടെന്ന് ഷോക്കാവാണ് കേട്ടോ. സ്റ്റാലിയുടെ ഫോട്ടോ ആണ് കാണുന്നത്. അതിനിടയിൽ പപ്പാന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടതും വൈജയന്തി പെട്ടെന്ന് തരിച്ചു നിൽക്കുകയാണ് കേട്ടോ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്താണ് ഇതൊക്കെ എന്നുള്ളൊരു ചിന്ത വൈജയന്തിയുടെ തലയിൽ കൂടെ അങ്ങനെ പറന്ന് പോവാണ്. ആകെ വല്ലാത്തൊരവസ്ഥ. ഇത് കാണുമ്പോൾ രോഹിത് ഷോക്കാവുന്നുണ്ട്. അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി, ഈ ദേഷ്യത്തോടെ ആ ഫോട്ടോ എടുത്ത് അമ്മ എന്താ ഇപ്പം ഇങ്ങനെ തറച്ചു നിൽക്കുന്നത് എന്നുള്ളൊരു ചിന്ത അവനെയും വന്ന് മൂടിയിട്ടുണ്ട് കേട്ടോ. വൈജയന്തിക്കാണെങ്കിൽ താഴെ നിൽക്കുന്നിടത്തെ മണ്ണെല്ലാം ഒലിച്ചു പോകുന്ന പോലത്തെ ഒരു ഫീലൊക്കെ തോന്നുന്നുണ്ട്. കണ്ണൊക്കെ നീറി പുകയുന്നുണ്ട്, മനസ്സ് വെമ്പുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് പഴയ ഒരു കാലത്ത് ചിന്തയിലേക്കൊക്കെ മനസ്സ് പോവുകയാണ്. ആഗ്രയിലെ തങ്ങളുടെ ജീവിതം, സ്റ്റാലിനായിട്ടുള്ള പ്രണയ നിമിഷങ്ങൾ, ഒടുവിൽ താൻ പ്രഗ്നൻ്റ് ആയപ്പോൾ ഉണ്ടായ ദുരന്തം എല്ലാം വൈജയന്തിയുടെ മനസ്സിലൂടെ ഒറ്റ മിനിറ്റ് കൊണ്ട് ഇങ്ങനെ കടന്നു പോവാണ്. ഇതെല്ലാം കണ്ടിട്ട് ലാസ്റ്റ് രോഹിത് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഇതെന്താ പറ്റിയ, ആകെ വിളറി വെളുത്തല്ല ഫോൺ ഇങ്ങ് തന്നെ എന്നും പറഞ്ഞാൽ ഫോൺ തട്ടിപ്പറക്കുകയാണ് കേട്ടോ. പക്ഷെ വൈജയന്തിയുടെ ഈ ഒരു പെട്ടെന്നുള്ള മാറ്റം അവനിൻ്റെ ഒരു സംശയമൊക്കെ ഉടലെടുപ്പിക്കുന്നുണ്ട്. അവനും ആകെ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കണം, അമ്മയ്ക്ക് ഇതെന്ത് പറ്റി, അങ്ങനെ അവനും എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വൈജയന്തി ആണെങ്കിൽ തളർന്നിരിക്കുകയാണ്. കാരണം അവരുടെ ഒരു സെൽഫിയാണ് അവൾ കാണുന്നത്. അതായത് സ്റ്റാൻലി ജോസഫും അലീനയും കൂടെ ഒരുമിച്ചിരിക്കുന്ന ഒരു സെൽഫിയാണ് അവൾ കണ്ടത്. അത് കണ്ടതോടു കൂടിയാണ് ഈ ഒരു ഷോക്ക് പെട്ടെന്ന് വരുന്നത് കേട്ടോ. അങ്ങനെ ആ ഒരു സോഫയിൽ തളർന്നിരിക്കുകയാണ്, തലയിൽ കൈ കൊടുത്തിട്ട് ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യും എന്തൊന്നും അറിയാത്തൊരവസ്ഥയിൽ. അങ്ങനെ അമ്മയോട് ചോദിക്കുന്നുണ്ട് രോഹിത്ത്, അമ്മ ഓക്കെ അല്ലേ? അപ്പോൾ അവൾ ഓക്കെ ആണെന്ന് പറയുമ്പം തിരിച്ച് രോഹിത്ത് ഫോൺ വാങ്ങി റൂമിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ വൈജയന്തി ആണെങ്കിൽ പെട്ടെന്ന് ഓരോന്ന് ആലോചിക്കുകയാണ്. സ്റ്റാലിയുടെ മകളാണെങ്കിൽ അവൾ എങ്ങനെ കഴക്കൂട്ടത്തെ ഓർഫണേജിൽ വന്നു പെട്ടു, മാത്രമല്ല അവൾ എന്തിനും ഇങ്ങോട്ട് വന്നു എന്നൊക്കെയുള്ള ചിന്തകൾ അവളെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഒരു വേള അവളെ സംശയിക്കുക വരെ ചെയ്തു. ഇനിയിപ്പോൾ ബാലചന്ദ്രനെ വരുതിയിലാക്കിയ പോലെ സ്റ്റാൻലിയെയും അവൾ വരുതിയിലാക്കിയോ, പണക്കാരെ കണ്ടാൽ അവൾക്ക് നെറ്റ് കൂടുതലാണല്ലോ, ഇങ്ങനെ വരെ ചിന്തിച്ചു. എങ്കിൽ പോലും എവിടെയോ ഒരു അറ്റവോ ഒരു ഒടുക്കവോ കിട്ടുന്നില്ല. തൻ്റെ ഭൂതകാലവും വർത്തമാനകാലവും തമ്മിൽ ഇങ്ങനെ ഒരു ഒത്തുചേരൽ ഉണ്ടാവുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല കേട്ടോ. ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിച്ചൊരു മുഖമായിരുന്നു സ്റ്റാലിയുടേത്. അത് തൻ്റെ ജീവിതത്തിനെ ബാധിക്കുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ തൻ്റെ മുന്നിൽ ഇപ്പോൾ ഒരു വലിയ പ്രശ്നമായിട്ട് സ്റ്റാലിൻ വന്നിരിക്കുകയാണ് എന്നൊക്കെ അവൾ വല്ലാത്ത സങ്കടത്തോടു കൂടെ ചിന്തിക്കുകയാണ്. അതുപോലെ തന്നെ താൻ ഇത്രയും കാലം വെറുത്തിരുന്ന അലീന തൻ്റെ കാമുകൻ്റെ മകളാണെന്നുള്ളൊരു കാര്യം അവളെ വല്ലാതെ സങ്കടത്തിൽ ആഴ്ത്തുകയും ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ബാലചന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായി മാറില്ലേ, തൻ്റെ ജീവിതത്തിന് അത് ബാധിക്കില്ലേ, ഈ അലീന കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് തനിക്ക് വരുന്നത് എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ പോലും അലീനയോടുള്ളൊരു വാശിയും ദേഷ്യവും പകയൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോഴും അഹങ്കാരത്തിനൊരു കുറവുമില്ല. പിന്നീട് വൈജ ആലോചിക്കുന്നത് എങ്ങനെയെങ്കിലും സ്റ്റാൻലിയെ ആരും അറിയാതെ കാണണം, സ്റ്റാൻലിയോട് കാര്യങ്ങൾ തുറന്നു പറയണം, എന്നിട്ട് അലീനയെ അവിടെ നിന്ന് അടിച്ചോടിക്കണം. അലീനയുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് അവൾ ഒരു ദുഷ്ടത്തിയാണെന്നും അതുപോലെ തന്നെ അവൾ എന്താ പറയുക ഒരു വല്ലാത്ത സ്വഭാവക്കാരിയാണെന്നും ഒക്കെ സ്റ്റാലിനെ അറിയിച്ചിട്ട് അവരെ തമ്മിൽ അകറ്റണം. ഈ ഒരു ഗൂഢലക്ഷ്യം വൈജയുടെ ഉള്ളിൽ പെട്ടെന്ന് തന്നെ ഉടലെടുത്തു. മാത്രമല്ല തൻ്റെ പഴയ കാമുകനൊന്ന് കാണാനും പകരം വീട്ടാനും എന്നുള്ള ചിന്തകളെല്ലാം വൈജയുടെ മനസ്സിലൂടെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈജയന്തി എങ്ങനെയൊക്കെയോ നമ്പറൊക്കെ ഒപ്പിച്ച് സ്റ്റാലിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരൊരു സംഭാഷണമൊക്കെ വരുന്നുണ്ട്. പക്ഷേ സ്റ്റാലിനി ആണെങ്കിൽ ശക്തമായിട്ട് അതിനെ എതിർക്കുകയാണ് കേട്ടോ. എന്നിട്ട് സ്റ്റാലിനി പറയുന്നുണ്ട്, നീ ഒരു പൊട്ട സ്ത്രീയാണോ, നിനക്ക് നിന്റെ മകൾ നിന്റെ അടുത്ത് ഇത്രയും കാലം ഉണ്ടായിട്ടോ അവളെ തിരിച്ചറിയാൻ പറ്റില്ല, നീ ആദ്യമായിട്ട് ജന്മം കൊടുത്ത കുഞ്ഞാണ് അവള്, നിന്റെ മകൾ. ഇതെല്ലാം കേൾക്കുമ്പോൾ ആണി അടിച്ച പോലെ തറഞ്ഞു നിൽക്കാൻ കേട്ടോ വൈജയന്തി. ഇത്രയും കാലം താൻ സ്വരുക്കൂട്ടിയ തൻ്റെ അഹങ്കാരം, തൻ്റെ ചിന്തകളും എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അലിഞ്ഞില്ലാതായി. ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ വൈജയന്തി നിൽക്കുകയാണ്. മിഥ്യയാണോ സത്യമാണോ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കേട്ടോ നിൽക്കുന്നത്. എന്നിട്ടും സ്റ്റാൻലി പറയുന്ന കാര്യത്തിന് എതിർത്തോണ്ടിരിക്കുകയാണ്. അലിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നേ ഇല്ല. സ്റ്റാൻലി പറഞ്ഞ ഓരോ വാക്കും ഇടുത്തി പോലെ വൈജയുടെ മനസ്സിലേക്ക് കൊള്ളുകയാണ് കേട്ടോ. അവൾ എത്ര കാലം നിന്റെ കൂടെ നിന്നു, അവൾ നിന്നെ കാണാൻ വേണ്ടി മാത്രമാണ് അവിടെ വേലക്കാരിയായിട്ട് അവൾ വന്നത്, അല്ലെങ്കിൽ അവൾക്ക് സത്യം പറയാമായിരുന്നു, നിന്റെ ജീവിതത്തിന് അത് ബാധിക്കരുതെന്ന് ഓർത്തിട്ടാണ് അവൾ ഒരു വേലക്കാരുടെ വേഷം കെട്ടി അങ്ങോട്ട് വന്നത്. പക്ഷെ നീ അവളെ നിരന്തരം ആട്ടി ഓടിച്ചില്ല, അവളെ മനസ്സിലാക്കാൻ ശ്രമിച്ചോ, അവളെ നീ മര്യാദയ്ക്ക് ജീവിക്കാൻ സമ്മതിച്ചോ, ഇല്ലല്ലോ, നീ എന്തൊരു ദുഷ്ട സ്ത്രീയാണ് എന്നുള്ള വാക്കുകളെല്ലാം വൈജയന്തിയെ വല്ലാതെ ഒരു മാനസികാവസ്ഥയിൽ എത്തിക്കുന്നുണ്ട്. വൈജയന്തിയുടെ വാക്കും കേൾക്കാനോ തിരിച്ചൊരു സംസാരത്തിനോ ഇടവരുത്താതെ സ്റ്റാൻലി ആ കോള് കട്ട് ചെയ്യാണ് കേട്ടോ. വൈജയന്തി ആണെങ്കിൽ തരിച്ചു നിൽക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ബൈ, താങ്ക്